ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഇവിടെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അത് വെജിറ്റബിൾ പോട്ടാണ്, ഡിഷാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ ഇതുപോലെ റോൾ ചെയ്ത് അതിനെ ഇതുപോലെ നമ്മൾ ചുറ്റി ഇറുക്കി വെറുതെ സിമ്പിളായിട്ട് വെറുതെ ചുറ്റിയതിന് ശേഷം അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഞാനിപ്പോൾ പേപ്പർ ടേപ്പ് കൊണ്ട് 4 ചുറ്റും ചുറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി ടൈറ്റായിട്ട് വെക്കാനായിട്ട് വെറുതെ പേപ്പർ റോൾ ചുറ്റിയതേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ ചുറ്റി റെഡിയാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ഡിഷ് ആക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഇനി പതുക്കെ ചെറുതായിട്ട് എത്രത്തോളം വലുതാവുന്നു അത്രത്തോളം നല്ലൊരു ഡിഷാക്കി എടുക്കാൻ പറ്റും. താഴോട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്ന് കുഴിഞ്ഞിരിക്കത്തക്ക വിധത്തിൽ അതിനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെറും ഒരു ഡിഷാക്കിയെടുത്ത് ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇതിലെല്ലാം നമുക്ക് ആ പേപ്പർ ടേപ്പ് കൊണ്ട് ചുറ്റിയതിന് ശേഷം കളറിട്ട് നീറ്റായിട്ട് മാറ്റാം. ഏത് കളർ വേണമെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാം. ഞാനിതിപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ വളരെ എളുപ്പത്തിൽ അത് ചുറ്റി ഒരു ഡിഷാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ വെക്കുന്നതെന്ന് പറഞ്ഞാൽ വെജിറ്റബിളാണ്. ക്യാരറ്റും ബ്രിഞ്ചാളും അതുപോലെ തന്നെ പിന്നെ തക്കാളിയും ടൊമാറ്റോയും കൂടിയാണ് വെക്കുന്നത്. അപ്പോൾ ചെറിയ ഒരു ഡിഷാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരു ക്യാരറ്റ് റെഡിയാക്കാനായിട്ടാണ്. അതിന് ഞാൻ വേസ്റ്റ് ഒരു ചെറിയ ട്യൂബ് എടുത്തിട്ട് ചെറിയ ഒരു ട്യൂബ് എടുത്തു കഴിഞ്ഞ് ഇതിലാണ് വൈറ്റ് കളറിലെ ഒറ്റ കളറിലെ ക്ലേ ആണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് ആയിട്ട് കിട്ടും, പിങ്ക്, അങ്ങനെ പല കളറിൽ കിട്ടും. ഇതിപ്പം ആ ഡിഷ് റെഡിയായി കഴിഞ്ഞ് ഇനി ഞാനിതിൽ ക്യാരറ്റിന് വേണ്ടിയിട്ട് ഇതുപോലെ വേസ്റ്റ് ട്യൂബ് എടുത്ത് 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് അതിനിതായി കാണിക്കുന്നത് പോലെ വെറുതെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് ഒട്ടിച്ച് വെച്ചാൽ മാത്രം മതി. ആ ഒരു ക്ലേ ഗമ്മും വേണ്ട, എണ്ണമയം ഒന്നും വേണ്ട. അത് ഓൾറെഡി തന്നെ ഗമ്മും ഉണ്ട്, അതുപോലെ തന്നെ ഒരു സോഫ്റ്റ്നെസ്സും കിട്ടുന്നുണ്ട്. നമ്മൾ ആ ഷേപ്പ് അനുസരിച്ച് നമ്മുടെ മനസ്സിലുള്ളൊരു ഷേപ്പ് അനുസരിച്ച് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ചേർത്ത് ഒട്ടിച്ച് ഇതുപോലെ ഈ കാണിക്കുന്ന കണക്ക് ചേർത്ത് അപ്പോൾ അത് കുറച്ച് സാവകാശ സമയം എടുക്കുമെന്നേ ഉള്ളൂ. ഇതുപോലെ ഒട്ടിച്ച് വയ്ക്കുക. ഇതിപ്പം ക്യാരറ്റിൻ്റെ ഷേപ്പായി കഴിഞ്ഞ് ഇനി നമ്മളെന്ന് വെച്ചാൽ ബ്രിഞ്ചാലിന് വേണ്ടിയിട്ടാണ്. അത് മുട്ടത്തോടാണ്. മുട്ടത്തോടിൽ ഈ ഒരു ക്ലേ എടുത്ത് അതിൻ്റെ ഷേപ്പ് നമ്മുടെ മനസ്സിലുണ്ടല്ലോ, ആ ഒരു ഷേപ്പ് അനുസരിച്ച് അതിൻ്റെ സെൻറ്ററിൽ ഈ മുട്ടത്തോടെന്ന് വെച്ചാൽ പകുതി വെച്ച് കട്ട് ചെയ്തതല്ല, അതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് ചെറിയ ഒരു ഹോളിട്ടാണ് അതിൽ നിന്ന് ലിക്വിഡ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ വെറുതെ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ആ ഒരു ഷേപ്പ് ആയിക്കഴിഞ്ഞ് ഓൾറെഡി ആ ഒരു ഷേപ്പ് ആയിക്കഴിഞ്ഞ് അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ബ്രിഞ്ചാലായിക്കഴിഞ്ഞ് ഇതെന്ന് വെച്ചാൽ ഒരു ഉണക്ക പിന്നെ നമ്മുടെ പേരക്കയുടേതാണ്. അതിവിടെ കിടന്നിട്ടുള്ളതായിരുന്നു, ഞാൻ പോയി അത് എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് ഇപ്പം ഞാൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഉണങ്ങിയ പേരക്കയുടേതാണ്. റൗണ്ട് ഷേപ്പ് ഏതായാലും മതി. ഇതിപ്പോൾ ഇവിടെ കിടന്നതുകൊണ്ട് ഞാൻ എടുത്തെന്നുള്ളൂ. അത്രയും ക്ലേ നമുക്ക് ലാഭിച്ച് എടുക്കാൻ പറ്റും. എന്നിട്ട് അത് ഞാനിനി കവർ ചെയ്തെടുക്കുകയാണ്. ഇത് കവർ എടുക്കുകയെന്ന് വെച്ചാൽ ടൊമാറ്റോ, അതായത് തക്കാളി റെഡിയാക്കാനായിട്ടാണ് ഇത് ഞാൻ കവർ ചെയ്തെടുക്കുന്നത്. ആദ്യമേ ഒരു ഷേപ്പ് നമ്മുടെ കയ്യിൽ കിട്ടിയ ഇതുപോലത്തെ ക്ലേ ആണ്. ഇതിപ്പം അതിൻ്റെ അതേ സെയിം ക്ലേ തന്നെ പിങ്കും ഉണ്ട്, അതേപോലെ തന്നെ ബ്ലാക്കും പല കളറിൽ കിട്ടും. പക്ഷെ ഒറ്റ കളറിൽ മോഡലിംഗ് ക്ലേ തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. വേറെ മറ്റുള്ള പല സൈസിലെ ചെറിയ ക്ലേ എന്ന് പറയുന്നത് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൽ പൂപ്പൽ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ വേറെ ഒന്നും പേടിക്കാനുമില്ല. വെള്ളമയം പറ്റിയാലും ഒരു കുഴപ്പമില്ല. നല്ല ടൈറ്റ് ക്ലേ ആണ്. ഇതിൽ ഓയിൽ ചേർന്ന ഒരു ക്ലേ ആണ്. അതാണ് ഇത്രയും സോഫ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ കളറും കൂടി ഇതിൽ മിക്സ്ഡ് ആണെന്ന് തോന്നുന്നുണ്ട്. ഓയിലിഷാണിത്. അപ്പോൾ ഇത് വെറുതെ നമുക്ക് ആ ഒരു കവർ ചെയ്ത് എടുക്കുകയാണ്. ഇനി അതിൻ്റെ ഒരു ഷേപ്പ് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മളത് ബാക്കിയുള്ള കവറിങ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ ഏത് ഒരു ഷേപ്പ് റെഡിയാക്കണമെങ്കിലും ആദ്യമേ നമ്മൾ ആ ഒരു ഷേപ്പ് നമ്മുടെ മനസ്സിൽ കണ്ടിട്ട് വേണം അതിനെ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഷേപ്പാക്കി ആ ഒരു ക്ലേ ചേർത്ത് നമുക്ക് ചെയ്യാനായിട്ട്. ക്ലേ വെച്ച് നമുക്ക് എന്തെല്ലാം വേണോ അതെല്ലാം നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ഷേപ്പ് നമ്മുടെ മനസ്സിലിരുന്നാൽ മാത്രം മതി.
കുറച്ചെങ്കിലും ആർട്ടിനോട് കുറച്ചെങ്കിലും കമ്പമുള്ളവർക്ക് ഇതെല്ലാം അനായാസമായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ഷേപ്പ് ഓൾറെഡി അറിയാവുന്നത്. ഇതിപ്പം എൻ്റെ മോനാണ്. അവൻ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവൻ ഒറ്റ കളറൊക്കെ ഇട്ട് റെഡിയാക്കി തരും. ഭയങ്കര ആ ഒരു നല്ലൊരു കോൺസെൻട്രേറ്റോടുകൂടി അവൻ ഇത് ചെയ്തോളും. കുറച്ച് സാവകാശം എടുക്കുമെന്നേ ഉള്ളൂ. അത് ഒരു ലെഫ്റ്റ് കൈയുടെ ഇതാണ് അവനൊരു ഉള്ളതുകൊണ്ട് എല്ലാം വൈറ്റ് കളറാക്കി എടുക്കാനായിട്ട് ആദ്യമേ നമ്മൾ ഏത് ഷേപ്പ് ആക്കിയാലും നമ്മൾ ചെയ്യുന്നത് അക്രിലിക്കിൻ്റെ വൈറ്റ് കളർ യൂസ് ചെയ്തിട്ടായിരിക്കണം അതിൻ്റെ അതാത് കളർ നമ്മൾ അതിൽ നമ്മൾ ചെയ്യേണ്ടത്. ഈ വൈറ്റ് ഒരു കളർ ചെയ്തിട്ട് മറ്റുള്ള കളർ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു എടുപ്പ് ആ കളറിന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ഒറിജിനാലിറ്റി തോന്നത്തക്ക വിധത്തിൽ ആ കളർ എടുത്ത് നിൽക്കും. ഏത് പെയിൻറ്റിങ് ആയാലും നമ്മളിപ്പോൾ ഫാബ്രിക് പെയിൻറ്റിങ് ആയാലും ഏതിനായാലും നമ്മൾ വൈറ്റ് കളർ ആദ്യം കൊടുത്തിട്ട് വേണം, ആ ഒരു പ്രതലത്തിൽ കൊടുത്തിട്ട് വേണം അതിൻ്റെ കളർ നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പം സാവകാശം മകനത് വളരെ ശ്രദ്ധിച്ചവനത് ഒരു ഷേപ്പ് ഇപ്പം ഒരു ടൊമാറ്റോയുടെ ഷേപ്പ് എന്ന് വെച്ചാൽ ആ ഒരു ഏറ്റവും മുകൾ ഭാഗം എന്ന് വെച്ചാൽ ഒരു കുറച്ച് ഉന്തി ഇരിക്കത്തക്ക വിധത്തിലുള്ളതാണ്. അത് നമ്മൾ അതുപോലെ ക്ലേ വെച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ എല്ലാത്തിലും നമ്മൾ വൈറ്റ് അക്രിലിക് കളർ കൊടുത്തു കഴിഞ്ഞ് ഇനി അതാതിൻ്റെ കളർ ചെയ്യാനായിട്ട് ആദ്യമേ ഞാനിവിടെ ക്യാരറ്റാണ് ചെയ്യുന്നത്. അതിൻ്റെ ഓറഞ്ച് കളറ് അക്രിലിക് കളറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അക്രിലിക് കളറ് ഓറഞ്ച് കളറ് അക്രിലിക് കളറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഓറഞ്ച് ഓൾറെഡി നമുക്കത് ഷെയ്ഡ് ബ്രൗൺ ഇട്ട് ലൈറ്റ് ആൻഡ് ഡാർക്ക് കൊടുത്ത് അത് ക്യാരറ്റിൻ്റെ കളർ റെഡി ആയി കഴിഞ്ഞ് ഇതിലിപ്പം ടൊമാറ്റോയുടെ കളറാണ്. ആദ്യമേ എന്ന് വെച്ചാൽ ഏറ്റവും മുകൾ ഭാഗം ലൈറ്റ് യെല്ലോ കൊടുത്തു കഴിഞ്ഞ് അതിനുശേഷം ആ ഒരു ഞെട്ട് എടുത്ത് കളഞ്ഞിട്ടുള്ള ആ ഒരു പോർഷനിൽ ഇതിൽ കാണിക്കുന്നത് പോലെ കുറച്ച് ലൈറ്റ് ഗ്രീൻ അത് തേച്ച് ഒന്നും കൂടി കളർ ചെയ്തെടുത്തു കഴിഞ്ഞ് ഇതുപോലെ ഏറ്റവും ബാക്കിൽ എന്ന് വെച്ചാൽ ഏറ്റവും അടിയിലത്തെ കളർ എന്ന് പറയുന്നത് റെഡ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ചില ടൊമാറ്റോയ്ക്ക് ഓറഞ്ചും റെഡും ഇങ്ങനെ പ്രതിഫലിച്ച് കാണുന്നുണ്ട്. അപ്പം ആദ്യമേ വൈറ്റ് ഇട്ട് അതിനുശേഷം ഏറ്റവും മുകളിൽ യെല്ലോ ഇട്ട് ഏറ്റവും അടിഭാഗത്ത് ലൈറ്റായിട്ട് ഓറഞ്ച് പ്ലസ് റെഡ് മിക്സ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ കളറ് ആ ഗ്രീൻ കളർ അതിൻ്റെ ഏറ്റവും ആ ഒരു ഞെട്ട് ഉള്ള ഭാഗത്ത് കുറച്ചൊരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു ടച്ച് ചെയ്തിരിക്കുന്നത്. ചെറുതായിട്ട് നമുക്ക് അത് മിക്സ് ചെയ്തെടുക്കാനായിട്ടാണ് യെല്ലോയും റെഡും കൂടി മിക്സ് ചെയ്തെടുക്കത്തക്ക വിധത്തിലാണ്. ഇനി ആ യെല്ലോയും റെഡും മിക്സ് ചെയ്ത ഭാഗത്ത് ഞാൻ ഓറഞ്ച് കളർ ത്രൂ ആയിട്ടിട്ട് റെഡും ഓറഞ്ചും കൂടി കുറച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ്. അത് മിക്സ് ചെയ്യാനായിട്ട് ആദ്യമേ ആ കളർ അങ്ങോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും വേറൊരു ബ്രഷ് എടുത്താണ് നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും കളർ ചെയ്യുന്നത്. ഇതുപോലെ നമ്മളത് ഓറഞ്ച് ഇട്ട് കളർ ചെയ്തതിന് ശേഷം ആ ഓറഞ്ച് 4 വശവും ഇട്ടതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ വീണ്ടും നമ്മൾ കുറച്ച് യെല്ലോ കളറിട്ട് ഒന്നും കൂടി അത് ലയിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് നല്ല ഫിനിഷിങ്ങോടുകൂടി ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ബ്രിഞ്ചാലും നമ്മൾ അതുപോലെ തന്നെയാണ് ഗ്രീൻ പ്ലസ് വയലറ്റ് കളറിട്ട് മനോഹരമാക്കി നമുക്ക്